ഏഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഏഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ വിനയപൂർവം അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 25-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം. നാം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് നിരവധി വസ്തുതകൾ കർത്താവിൽ ശരണപ്പെട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൽ ഏലിയുടെ പുത്രന്മാരുടെ പാപങ്ങളാണ് ഓർത്തു തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തിൻ്റെ മക്കൾ യാതൊരു തരത്തിലും പാപം ചെയ്യുവാൻ അനുവാദമില്ലാത്തവരാണ് എന്നുള്ള ഓർമ്മ ഹൃദയത്തിൽ സൂക്ഷിച്ച് വിശുദ്ധിയിൽ വളരണം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പുരോഹിതന്മാരായ ഏലിയുടെ മക്കൾ, അവരെ സംബന്ധിച്ച് ചില പാപങ്ങൾ വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിൻ്റെ പുസ്തകത്തിനും മുഖപക്ഷമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഹൃദയത്തിൽ വെച്ചു വേണം നാം ദൈവം മുൻപാകെ ജീവിക്കാനായിട്ട്. ഏലിയുടെ പുത്രന്മാരുടെ പാപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തേത് 2-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും എന്ന് രേഖപ്പെടുത്തുകയാണ്. ദൈവത്തെ ശുശ്രൂഷിക്കേണ്ടവർ ഏലിയുടെ പുത്രന്മാർ പുരോഹിതന്മാരാണ്. അവർ നീചത്തരം ചെയ്തു എന്ന് പറയുന്നത് ചിന്തയ്ക്കതീതമായിട്ടുള്ള വിഷയമാണ്. ഹൊഫ്നിയും ഫിനെഹാസും അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ നീചന്മാരായിരുന്നു എന്നുള്ളത്. സ്വർഗത്തിലെ ദൈവം നമ്മളെ എങ്ങനെ സാക്ഷ്യപ്പെടുത്തുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. ദൈവത്തിൻ്റെ ജനം, പ്രത്യേകിച്ച് ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർ, നീചമായത് ചിന്തിക്കുവാൻ അനുവാദമില്ലാത്തവരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം നാം സേവിക്കുന്ന ദൈവം നീചമായതിനെ അഥവാ പാപത്തെ വെറുക്കുന്ന അതിവിശുദ്ധനായ ദൈവമാണ്. ഇത് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. 22-ാം വാക്യത്തിൽ അവരുടെ നീചപ്രവൃത്തി എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഏലി വൃദ്ധനായാറെ അവൻ്റെ പുത്രന്മാർ എല്ലാ ഇസ്രയേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ക്ഷയിക്കുന്നതും ഏലി കേട്ടു. എത്ര ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ്! യഹോവയെ സേവിക്കുവാൻ വിശുദ്ധിയിൽ വിളിക്കപ്പെട്ടിട്ടുള്ളവർ, ആ വ്യക്തികൾ ഇവിടെ ഇതാ പാപത്തിൽ തുടരുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുക. നീചമായി പ്രവർത്തിച്ച അവരെ ദൈവം ഒരിക്കലും മറച്ചു പിടിച്ചില്ല. ദൈവം അവരുടെ പാപത്തിനൊരിക്കലും കുടപിടിച്ചില്ല. ദൈവം വിശുദ്ധരിൽ അതിവിശുദ്ധനും മുഖപക്ഷം ഇല്ലാത്തവനുമാണ്, നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് ആര് പാപം ചെയ്താലും ആ പാപത്തിന് തീർച്ചയായിട്ടും ദൈവികമായ ന്യായവിധിയുണ്ട്. ദൈവസന്നിധിയിൽ ഒഴിവ് കഴിവില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എത്ര അനുഗ്രഹീതമായ നിലയിൽ അവർക്ക് ദൈവത്തെ സേവിക്കാമായിരുന്നു. 17-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യൗവനക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ യൗവനത്തിൻ്റെ ശക്തി അവർക്ക് ദൈവത്തിന് ശരിയായ നിലയിൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി വിശുദ്ധിയുടെ അകമ്പടിയോടുകൂടെ ദൈവസന്നിധിയിൽ നൽകാമായിരുന്നു. അവർക്ക് ദൈവത്തെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും എത്ര ആത്മാർത്ഥമായി തിരുഹിതപ്രകാരം സേവിക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമുക്കങ്ങനെയല്ല കാണുവാൻ കഴിയുന്നത്. അവരുടെ യൗവന പാപങ്ങളാൽ കീഴടക്കപ്പെട്ടവരാക്കൊണ്ട് അവർ ജീവിതത്തിൽ ദൈവഹിതത്തിന് വിപരീതമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്.
അവർ പാപങ്ങളെ പൂരിപ്പിച്ചുകൊണ്ട് ദൈവകോപത്തിന് ഇട നൽകുന്ന ചരിത്രമാണ് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ദീർഘകാലം ദൈവ ശുശ്രൂഷയിൽ തുടരേണ്ടവർ ആയുസ്സിൻ്റെ മധ്യത്തിൽ അവർ നീക്കപ്പെടുന്ന ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇത് വല്ലാത്തൊരു മുന്നറിയിപ്പായി നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ നന്മകളും അതിൻ്റെ പൂർണ്ണമായ അളവിൽ പൂർണ്ണശക്തിയോടും പൂർണ്ണയാത്മാവോടും വിശുദ്ധിയോടും നിർമ്മലതയോടും നമ്മുടെ കർത്താവിനെ സേവിപ്പാനാണ് നൽകപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് മറക്കാൻ പാടുള്ള വിഷയമല്ല. എന്നാൽ പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അത് നമ്മെ കീഴടക്കുമെന്നുള്ളത് മറക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവിക ന്യായവിധിയിലേക്കും വഴി തുറക്കുമെന്നുള്ളതും നാം ഓർക്കേണ്ടതാണ്. ഒരിക്കലും അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മെ വിളിച്ച കർത്താവിനോട് നീതിയും വിശ്വസ്തതയും പുലർത്തിക്കൊണ്ട് കർത്താവിനെ ആത്മാർത്ഥമായി സേവിപ്പാൻ സ്വർഗം ഓരോ വ്യക്തികളെയും ഈ സമയം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ഏതെങ്കിലും പാപം നിങ്ങളെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ ചിന്തകളിൽ നീചമായ എന്തെങ്കിലും വസ്തുത കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, ഈ സമയം കൃപാസനത്തിലേക്ക് വന്ന് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിക്കുകയാണ്. എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും, അത്രത്തോളം വിജയം നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ വിശുദ്ധിയും വേർപാടും പാലിപ്പാൻ ഈ ചിന്ത മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.